അത് എന്റെ മോനൂസ് എന്റെ അടുത്തില്ലെങ്കിലും നാല് ബ്രദേഴ്സിനാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ വിളിക്കുന്ന ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓ ചൂട്, ആ ചൂട് കണ്ടോ? ചൂട് അങ്കിൾജി ആക്ച്വലി ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. സോ അതിനും കൂടെ ചേർത്ത് ഇവ കഴിക്കാം. വേറെ കുറെ സ്റ്റുഡൻസിനും ആക്ച്വലി ആ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ഹായ് നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി സൺഡേ ടു ഓൾ. ആക്ച്വലി ഞാൻ സൺഡേ എടുക്കുന്നത് കൊണ്ടാണ് ഹാപ്പി സൺഡേ എന്ന് പറയുന്നത്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്, പിന്നെ മഴയൊക്കെ പെയ്തിരിക്കുകയാണ്. ഞാൻ ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോയുടെ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കാഞ്ഞത് വേറൊന്നുമല്ല, എനിക്കതൊരു സർപ്രൈസ് ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ്. നമ്മൾ പറയില്ലേ, നമ്മൾ വിളിക്കുന്ന ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമുക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നു. സോ ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്ക് അത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കത് കിട്ടിയിരിക്കും. ഇത് ബെസ്റ്റായിട്ടേ കിട്ടാറുള്ളൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്, ചേച്ചിയുടെ ആ പ്രെയർ എങ്ങനെയാണ്, പ്രെയർ റൂട്ടീൻസൊക്കെ ഒന്ന് കാണിക്കുമോ, പ്രെയർ ഡയറി അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന്. കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നല്ലൊരു എപ്പിസോഡായിട്ട് ആ ഒരു എപ്പിസോഡ് വരുന്നതായിരിക്കും. നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് ഞാൻ ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ആനിവേഴ്സറി ഭയങ്കര സ്പെഷ്യലാണ്. 8th വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഓൾറെഡി ഞാൻ പണ്ട് തൊട്ടിട്ടേ സ്വപ്നം കണ്ട ഒരു ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അതും ഞാൻ പറയാം ലേറ്റർ ഓൺ. ഓക്കെ, അതാണ് ഈ 8th ആനിവേഴ്സറിക്ക് ഇത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടുള്ളത്. എല്ലാ ആനിവേഴ്സറിയും എനിക്ക് അച്ഛ ഭയങ്കര സ്പെഷ്യലായിട്ടാണ് തരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആനിവേഴ്സറി നമ്മുടെ ഔഡി Q4ഉം അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് 100K ആയതിൻ്റെ സെലിബ്രേഷനും കൂടിയായിരുന്നു. അതിൻ്റെ മുമ്പേ അച്ഛൻ ആക്ച്വലി ഫസ്റ്റ് ഇലക്ട്രിക് കാർ എനിക്ക് തന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, കോണ. സോ ഇതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഓക്കെ, നമ്മളെ എവിടെയോ ഇരുന്ന ആൾക്കാരൊക്കെ ദൈവം നമ്മളെ ഇത്രയും ഉയർത്തുമ്പോൾ നമുക്ക് ആ ചെറുതുപോലും നമുക്കത് വലുതായിട്ട് തോന്നും. കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണെന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആനിവേഴ്സറിക്ക് ഞാൻ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്താണ് അച്ചു എനിക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ ഫാമിലി ഇവിടെ വരണം, UK വന്ന് സെറ്റിൽ ആവണം. അതുപോലെ തന്നെ എനിക്ക് എന്തൊരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടെങ്കിലും എൻ്റെ സെലിബ്രേഷന് കൂടെ എൻ്റെ ഫാമിലിയും ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന ആ സമയം തൊട്ട് ഞാൻ ഒരുപാട് ചാരിറ്റിയിൽ ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ അത് കൊടുത്തിരുന്ന സമയത്തായിരുന്നു കോവിഡ് വന്നത്. അപ്പോൾ നമ്മളത് നിർത്തി. കാരണം ഫുഡ് കാരണം ഇനി എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെന്ന് കരുതി ഞാൻ ആ പരിപാടി നിർത്തി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ വരുമായിരുന്നു, അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ആനിവേഴ്സറി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അതിലുപരിയായിട്ട് അച്ചു ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താന്ന് നിങ്ങളത് പോയി കണ്ടിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ പോയി ചർച്ച് അറ്റൻഡ് ചെയ്യട്ടെ. സോ ചർച്ച് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ആ വീഡിയോയ്ക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ എന്ന്. പക്ഷേ അതെന്താണ്, ആ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ ചർച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, ഇത്രയും അധികം ഫുഡുകളാണ് അച്ഛ ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്കറിയില്ല എന്തൊക്കെ ഐറ്റംസ് ആണെന്ന്. ഞാൻ ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. ഇത് കഴിക്കാൻ ആരൊക്കെയാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, ഈ 8 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അച്ഛ ഇങ്ങനൊരു സർപ്രൈസ് തരുന്നത്. ഫുഡ് ഓർഡർ ചെയ്ത കാര്യങ്ങളും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. താഴെ ആക്ച്വലി റിങ് ചെയ്തപ്പോൾ ഞാൻ താഴെ വന്നപ്പോൾ അച്ചുവാണ് പറഞ്ഞത് അച്ഛനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ഈ സർപ്രൈസ് കണ്ട് ആകെ ഞാൻ ഞെട്ടി. സോ ഈ ഫുഡ് ഞാൻ ആക്ച്വലി ചോദിക്കുന്നുണ്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, എവിടെ നിന്നാണ് ഓർഡർ ചെയ്തതെന്ന്. അപ്പോഴാണ് പറയുന്നത് വെംപ്ലി കലീജ് കിച്ചണിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്.
പറഞ്ഞത് കുറേ ഗസ്റ്റുകൾ വരാനുണ്ടെന്ന്. അപ്പോൾ ഗസ്റ്റുകൾ ആക്ച്വലി ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കയും പിള്ളേരും ഒക്കെ ആദ്യമേ എത്തി. ലണ്ടൻ വീട്ടിലേക്ക് അവർ ആദ്യമായിട്ടാണ് വരുന്നത്. സോ അപ്പോൾ പിള്ളേരും ആക്ച്വലി എക്സൈറ്റഡ് ആയിരുന്നു ഈ പാക്കിങ്, ഈ ഫുഡും ഒക്കെ കണ്ട്. ആദ്യം തന്നെ എത്തി നമ്മുടെ സനിക്കുട്ടനാണ്. ആ സമയത്ത് ഞാൻ കുളിക്കുകയായിരുന്നു. ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് കരുതി. കാരണം ആരൊക്കെ വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം റീനിലും സനത്തും പീറ്റർ ബ്രോയിൽ നിന്ന് വന്നു. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ആകെ ഷോക്കായി കേട്ടോ. പിന്നെ ഞാൻ ഈ പാക്കിംഗ് എടുത്ത് കാണിക്കുന്നത് വെംബ്ലിയിൽ നിന്ന് ഇവിടെ ക്രോയിഡൻ വരെ എത്തണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. അത് കൂടാതെ ഞങ്ങളൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പാക്ക് പൊട്ടിച്ചത്. അപ്പോൾ ആ ചൂട് അതേപോലെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഓ മൈ ഗാഡ്, നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതേ ബീഫാണ്. ഇത് പൊറോട്ടയുടെ കൂടെ ഒരു പിടി പിടിച്ചാൽ മക്കളെ അത് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവൻ. ആ ഫ്ലേവർ ഇനി മാറ്റിക്കോ, അല്ലെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു അല്ലേ. അടുത്തത് അതൊന്നും അറിയില്ല, തുറക്കുക അപ്പോഴാണ് അറിയുന്നത്. അടിയെന്നാണ് ബേസ്. ആക്ച്വലി എനിക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കിംഗ് ആണ് കേട്ടോ. ഒരു 1.5 പാക്കിംഗ് ആണ്. കാരണം ഇപ്പൊ ഇത് വന്നിട്ട് തന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ചൂട് നിൽക്കുന്നുണ്ട് അല്ലേ, ചൂടുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഞാൻ ഇത് ബീഫ് കണ്ടിട്ട് ആകെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ചില്ലി ചിക്കൻ ആണ്. സോ അതിന്റെ ഗ്രേവി ഒക്കെ ഇങ്ങോട്ട് പോയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതും പൊറോട്ട കൂടെ നല്ല കോംബോ ആണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ സനിക്കുട്ടൻ 1.5 മണിക്കൂറായിട്ട് ഈ ബിരിയാണിയുടെ പാക്കിങ്ങിൽ കിടന്ന് മൽപ്പിടുത്തം നടത്തുകയാണ്. കാരണം പാക്കിംഗ് അത്രയും ഗംഭീരമാണ്. കാരണം ടൈറ്റ് പാക്കാണ്. അതുകൊണ്ട് ആ ചൂട് നിൽക്കുക. റൈച്ച നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്തത് എന്താണ് റൈച്ച? ഇവിടെ സമൂസ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ത് സമൂസ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അച്ചു ഓർഡർ ചെയ്തതുകൊണ്ട് ചിക്കൻ എന്താണ്? വാവ് ഗൈസ്, പൊരിച്ച കോഴി മണം. അതെ, ഇപ്പൊ പൊരിച്ച കോഴി ഇവിടെ റെഡിയാണ്. പിന്നെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിൽ എന്താണ് ഇവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പൊറോട്ടയാണ് പൂരിയാണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നോടൊന്നും അല്ല, ഇവിടെ ബിരിയാണി തുറക്കുന്നു. കമോൺ ഗൈസ്, കമോൺ ഗൈസ്. ഓ വിത്ത് മുട്ട. ഈ ബിരിയാണിയുടെ കൂടെ മുട്ട കഴിക്കുന്ന ഈ ബിരിയാണിയുടെ കൂടെ മുട്ട കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ മസ്റ്റ് ആണ്. എനിക്ക് അങ്ങനെ നിർബന്ധമില്ല മുട്ട കഴിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അച്ഛൻ തന്നെ പറഞ്ഞതാണ് മുട്ട വേണം. നീ ബിരിയാണിയുടെ മുട്ട കഴിക്കും? നീ കഴിക്കൂടാ? ഇല്ല, നീ കഴിക്കും. പറയിച്ചാനോ? അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിക്കും. ഓ മൈ ഗാഡ്, നമ്മൾ രണ്ടുപേരും മാത്രം. ഓ മൈ ഗാഡ്, അത് ശരിയാ. ഞാൻ യൂണിയൻ എന്നല്ല പറയുന്നത്, ഞാൻ ജുണിയൻ എന്നാണ്. ഗൈസ്, സമൂസയുമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ള ഫുഡും കൂടെ കാണാൻ. ആക്ച്വലി ഇതും നല്ല രസം ഉണ്ടായിരുന്നല്ലേ. അടുത്തത് ഒറ്റ സ്ട്രെസ് റൈച്ചാൻ തുറക്കുന്നതായിരിക്കും. റൈച്ചാൻ ആണെങ്കിൽ ഇങ്ങനെ വിമ്പൽ കൊള്ളുകയാണ്. അടുത്ത് അതെ, റൈച്ചാൻ ഇങ്ങനെ വിമ്പൽ കൊള്ളുകയാണ്. ഇതിന്റെ അകത്ത് എന്താണ്? റൈച്ച കമോൺ, കമോൺ യു ക്യാൻ. പിന്നെയും അതിനുള്ളിൽ വേറെ പാക്കിങ്. ഇത് കാണുമ്പോഴേ അറിയാം പൊറോട്ടയാണ്. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ നല്ല ബീഫും അതുപോലെ പൊരിച്ച കോഴിയും അതുപോലെ ഇത് ചില്ലി ചിക്കൻ ആണോ ചില്ലി ബീഫ് ആണോ? ഓക്കെ ഫൈൻ, കൂൾ ഗൈസ്. എന്താണെന്ന് അറിയില്ല. അത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നാടൻ അടിച്ചെടുത്ത പൊറോട്ട. കമോൺ, ഇത് എന്താ കുട്ടി കാണിങ്ങനെ? ഇവർക്ക് ഇപ്പൊ ഉഷാറില്ല. കാരണം അത്യാവശ്യം അവർക്ക് വേണ്ടതെല്ലാം തുറന്നു കണ്ടു. പിന്നെ തീരെ ഫുഡ് ആക്ച്വലി ഉണ്ടാക്കി നമ്മുടെ ടൈം കളയാറുണ്ട് കിച്ചണിൽ. ഒരു ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഗെറ്റ് ടുഗദർ വരാൻ നേരത്ത്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും. നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 പേരിലും അധികം ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കര വേർത്ത് ഇറ്റ് ആയിരിക്കും. സനു പറയുന്നത് ബീഫ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ വരട്ടി തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു പാക്കിംഗ് കൂടെ ഉണ്ട്. അതാണ് ഒരു പാക്കിംഗ് കൂടെ അൺപാക്ക് ചെയ്യാനുണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി. അത് റീനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓ ചൂട് കണ്ടോ ഗൈസ്? അതാണ് ഞാൻ പറഞ്ഞേ. നല്ല അതെ, ഇത് വെംബ്ലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ആ സമയത്തൊട്ട് ഈ സമയം വരെ ചൂടോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നത്
അമേസിങ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓർഡർ ചെയ്ത് ഇതുപോലെ യമി ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് ഇതേ നമ്മളൊരു ഒരു എന്താ പറയുക, ഈ ഇഫ്താർ സ്റ്റൈലോ എന്താ അതിന് പറയുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, പിന്നെ എൻ്റെ മോനൂസ് ആക്ച്വലി എൻ്റെ അടുത്തില്ലെങ്കിലും ചുറ്റിനും കമോൺ ഞാൻ 4 പേരൊന്ന് കാണിക്കട്ടെ. യെസ്, 4 ബ്രദേഴ്സിനെ ദൈവം തന്നിട്ടുണ്ട്. റേച്ചാൻ ഒരു എന്നെ ബ്രദർ ആക്കണം. സോ ഇത് ഇങ്ങോട്ട് വാടാ, വാടാ നീയും വാടാ. അത് എന്റെ മോനൂസ് എന്റെ അടുത്തില്ലെങ്കിലും 4 ബ്രദേഴ്സിനാണ് ദൈവം തന്നിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി. ഈ ക്രിസ്മസ്, ന്യൂ ഇയർ, അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരും നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഞങ്ങളുടെ റിലേഷൻസ് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുറെ പുതിയ അതിഥികളും കൂടെ വരാനുണ്ട്. അപ്പോൾ അത് ഓൺ ദി വേ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ ഇത്രയും ഫുഡുകളാണ് നമുക്ക് നമ്മുടെ വെംബ്ലി ഖലീജ് കിച്ചണിൽ നിന്ന് എത്തിയിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവർക്കെല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൻ, പിന്നെ നമ്മുടെ ബീഫ് ഉലർത്തിയത്, ചില്ലി, അതുപോലെ തന്നെ നല്ല പൊരിച്ച കോഴി, സമൂസ, കട്ട്ലേറ്റ്, നല്ല അടിച്ച പൊറോട്ട, സാലഡ്സ്, പായസം എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പപ്പടവും പിക്കിളും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഫാമിലി ആയിട്ടും അതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻ, ബർത്ത്ഡേ, ആനിവേഴ്സറി, അതുപോലെ തന്നെ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് നിരത്തുന്ന സമയത്ത് അത് നല്ല ചൂടോടുകൂടി നല്ല സർവീസാണ്. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അവരെ കോൺടാക്ട്, ചില സമയങ്ങളിൽ നമ്മൾ ചില ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ ഞങ്ങൾ ഇന്ന് ബിസിയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. അവർ 100 അല്ല, അവർ 5 പേര് തൊട്ട് 1000 പേർക്ക് വരെ സെർവ് ചെയ്യുന്നതാണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. 10 വർഷമായിട്ട് നമ്മുടെ വെംബ്ലി ഖലീജ് കിച്ചൺ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, റോയൽ ഫാമിലിക്കാണ് അവർ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ബാക്കിയുള്ള എല്ലാവരും എന്നെ ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ദ ബെസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്, താങ്ക് ഗോഡ്. അപ്പോൾ എൻ്റെ കുട്ടിമക്കൾ കൊണ്ടുവിട്ടോ എൻ്റെ കൂടെ. ഇവരെയൊക്കെ ഒന്ന് ഇരുത്തിയിട്ട് ഞാനും ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ, എന്നെ ഇവരെല്ലാം കൂടെ പഞ്ഞിക്കിടാൻ വേണ്ടി വന്നതാണ്. കാരണം കുറേ നേരമായിട്ട് ഇവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത സർപ്രൈസ് ഡേ ഇവരൊക്കെ വന്നതാണ് ഏറ്റവും വലിയ സർപ്രൈസ്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഇത് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത്രയും പേരാണ്. പിന്നെ വേറൊരാൾ കൂടെ ഉണ്ട് ബിഹൈൻഡ് ദ സ്ക്രീൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്, എന്നെ എപ്പോഴും സർപ്രൈസ് എന്ന് ഞെട്ടിക്കുന്ന ഒരാൾ. താങ്ക് യു സോ മച്ച് അച്ചു. സോ അപ്പോൾ എൻജോയ് ചെയ്യാം. സനു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുട്ടയൊക്കെ എടുത്ത് വാങ്ങിയിടുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ട്വിങ്കിൾ ജി ആക്ച്വലി ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. സോ അതിനും കൂടെ ചേർത്ത് ഇവ കഴിക്കാം. പിന്നെ പാർസലും കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഒരുപാട് ഗസ്റ്റുകൾ വരാനുണ്ട്. സ്റ്റേ ട്യൂൺ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിൽ ബി ബാക്ക്. So, ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഫീസ്റ്റ് കണ്ടോ? Oh God, thank you, Lord, for each and every single one of these needs in my hand right now, Lord. We're praying for a speedy recovery from someone's uncle, for their health who's in ICU. We're praying for someone who needs speedy recovery from their mother's leg. Praying for someone with depression, anxiety. Father God, we put their health in your hands right now, Father God. We pray, Lord, that you will be the healer that you say that you are, Father God. You have spoken to us, Father, and said, Father God, we will lay hands. അങ്ങനെ ചർച്ച് സർവീസ് നിങ്ങൾ കണ്ടു. എവിടെയാണ് ഈ ലൊക്കേഷൻ എന്ന് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഹിൽസോങ്ങിൻ്റെ ലൊക്കേഷൻ ആക്ച്വലി ക്രോയിഡനിലും ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ ടോട്ടനം കോർട്ടിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 6 to 7 months ആയിട്ട് നമ്മൾ ക്രോയിഡൻ തന്നെയാണ്. എനിക്കൊന്ന് കാറ്റുണ്ട്. നമുക്ക് അങ്ങോട്ട് നിൽക്കുമ്പോൾ കാറ്റ് കുറച്ച് കുറയുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ.
ഇത് ക്രോയിഡൻ നിങ്ങൾക്കറിയാം, ക്രോയിഡനിലുള്ളവർക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ക്രോയിഡൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റും. പാർക്കിംഗ് സൗകര്യങ്ങൾ ദേ ഇതിൻ്റെ താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റ് കാരണം എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നത്. ഇവിടെ ഒരു വോൾ ഉണ്ടായതുകൊണ്ട് കാറ്റൊക്കെ കുറച്ച് തടയും എന്ന് കരുതുന്നു. അപ്പോൾ ആനിവേഴ്സറി സർപ്രൈസ് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കുറേ ഫുഡും കസിൻസിനെയൊക്കെ കാണിച്ചിട്ട് ഇതാണോ സർപ്രൈസ് എന്ന്. ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല ഫുഡ് ഓർഡർ ചെയ്തത്, വേറെ കുറേ സ്റ്റുഡൻസിനും ആക്ച്വലി ആ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇപ്പം എനിക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് വെക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ എല്ലാവരുടെയും ട്രീറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക്, അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ ഭയങ്കര തണുപ്പാണ്. പിന്നെ എല്ലാ സ്റ്റുഡൻസും വർക്കിൻ്റെ പുറകെ പോവാണ്. അപ്പം നമ്മൾ വിളിക്കാൻ നേരത്ത് പറ്റുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞ് അച്ഛ ആ കാര്യം ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ ഞാൻ അവരെ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോയിസ് നോട്ട് അയച്ചത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി ഞങ്ങൾ കാത്തിരുന്ന ഫുഡാണ്. സ്പെഷ്യലി ആ ഫുഡ് നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലായി, നല്ല ചൂടോടുകൂടി നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും വെംബ്ലിയിൽ നിന്നാണ് ആ ഫുഡ് വന്നത്. അത്രയും നേരം ഇരുന്നിട്ടും നല്ല ചൂടോടുകൂടിയാണ് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ പറ്റിയത്. സോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി. സോ അതും ഞാനൊരു മലപ്പുറംകാരിയാണ്, അതും അവിടുത്തെ ഒരു ടേസ്റ്റോട് കൂടി ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് അതേ ഫീലാണ് കേട്ടോ കിട്ടിയത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട. പൊറോട്ടയോ ഇടിയപ്പോ പിന്നെ തന്നെ ബീഫ് വരട്ടിയതോ ഉലർത്തിയതോ ചിക്കൻ ഫ്രൈയോ, അതും ചില്ലി ചിക്കനും പൊറോട്ടയും കിടുക്കാച്ച സംഭവമായിരുന്നു. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും ബിരിയാണി കണ്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ് ഔട്ടായി. പിന്നെ പിള്ളേരുടെ ബഹളവും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ പ്രാവശ്യത്തെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അതിലുപരി ഞങ്ങൾ മാത്രമല്ല ഫുഡ് കഴിച്ച്, ഒരുപാട് സ്റ്റുഡൻസിന് ഫുഡ് കഴിക്കാൻ പറ്റി. അവരുടെ ഒരു സന്തോഷം ഞങ്ങളെ അറിയിച്ചപ്പം ഇതിലേറെ എന്താ പറയുക, ഞങ്ങളുടെ ഈ വെഡിങ് ആനിവേഴ്സറി എന്തോ ദൈവം അവിടുന്ന് നേരിട്ട് വന്നിട്ട് ഞങ്ങളെ അങ്ങ് ബ്ലെസ് ചെയ്ത പോലെയാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളും ഈ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ സന്തോഷവും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സന്തോഷം എന്താ വെച്ചാൽ ഈ ആനിവേഴ്സറിക്കാണ് നമ്മുടെ യൂട്യൂബ് ഷോർട്സും 100K ആയത്. നേരത്തെ ആയി, പക്ഷെ നമ്മുടെ സിൽവർ ബട്ടൺ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓൺ ദി വേ ആണെന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ വന്നിട്ടുണ്ട്. എനിവേ അതിനും ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും സന്തോഷമാണ് ഈ പ്രാവശ്യം ഞാൻ വെഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഇനിയും മോർ ഹാപ്പിനെസ് വരാനുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. ചില ആൾക്കാർക്കൊക്കെ ആ ന്യൂസ് അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ അതൊരു അടിപൊളി എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. സോ പ്രേ ഫോർ മീ ആൻഡ് ബ്ലെസ് us. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും മുമ്പോട്ട് വേണം. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ വെംബ്ലി കളീജ് കിച്ചനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദിസ് എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ എ ബ്ലെസ് സൺഡേ. Take care guys. Next episode ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് കാണാം. അതുവരെയും have a great day. Take care. God bless. Bye.